ഈ ഓണത്തിൽ നിങ്ങളുടെ മുഴുവൻ കുടുംബത്തിനുമുള്ള ഷോപ്പിംഗ് ഇനി ഒരേയൊരിടത്ത്. സിൻഡ്രല്ല. സ്റ്റൈലിഷ് ഫുഡ്വെയർ, പ്രീമിയം കോസ്മെറ്റിക്സ്, ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ, സ്കൂൾ ബാഗുകൾ, സ്കൂൾ ആവശ്യമായ ബുക്കുകളും ഗിഫ്റ്റ് ഐറ്റംസ് തുടങ്ങി വൈവിധ്യമാർന്ന കളക്ഷനുകൾ നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം കൂടുതൽ മനോഹരമാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ സിൻഡ്രല്ല, പ്രണാമം കോംപ്ലക്സ്, AM റോഡ്, ചൂണ്ടി, ആലുവ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ആലുവ മണപ്പുറത്ത് കർക്കിടകവാവിലേക്ക് ആയിരങ്ങൾ എത്തുന്നു. പിതൃമോക്ഷ കർമ്മങ്ങൾക്കായി പുലർച്ചെ മുതൽ തന്നെ ആലുവ പെരിയാർ തീരത്തേക്ക് ഭക്തജനങ്ങളുടെ ഒഴുക്കാണ്. കർക്കിടകവാവിനോടനുബന്ധിച്ച പെരിയാർ തീരത്തെ 40 താൽക്കാലിക ബലിതറകളിലാണ് പുലർച്ചെ തന്നെ ബലിതർപ്പണം ആരംഭിച്ചത്. വൈകിട്ട് 3 മണി വരെ ബലിതർപ്പണം നടത്താം. ബുധനാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചത്. പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കണമെന്ന പ്രാർത്ഥനയോടെ ആയിരക്കണക്കിന് പേരാണ് വിവിധ ജില്ലകളിൽ നിന്നുമായി ആലുവയിലേക്ക് എത്തിയത്. ആലുവ മഹാദേവ ക്ഷേത്രത്തിൽ രാവിലെ 5 മണിയോടെ മേൽശാന്തി മുല്ലപ്പള്ളി ശങ്കരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ പിതൃപൂജ, കൂട്ടനമസ്കാരം, പശുദാനം, സായുജ്യപൂജ, തിലഹവനം തുടങ്ങിയ ചടങ്ങുകളും നടന്നു. 2 ദിവസമായി മഴ മാറി നിന്നതും ഭക്തർക്ക് ആശ്വാസമായി. മണപ്പുറത്തെ ചെളി കുറഞ്ഞതോടെ ബലിതർപ്പണത്തിനും ക്ഷേത്ര ദർശനത്തിനും സൗകര്യങ്ങൾ മെച്ചപ്പെട്ടു. പെരിയാറിൽ ജലനിരപ്പ് ഉയരാത്തതിനാൽ പുഴയിൽ തന്നെ ബലിതർപ്പണം നടത്തുവാനും സാധിക്കുന്നുണ്ട്. ക്ഷേത്ര ദർശനത്തിനായി ഒരേ സമയം 500ഓളം പേർക്ക് വരി നിൽക്കാവുന്ന തരത്തിൽ പ്രത്യേക പന്തൽ ഒരുക്കിയിട്ടുണ്ട്. വഴിപാടുകൾക്കുള്ള തിരക്ക് നിയന്ത്രിക്കുന്നതിനായി കൂടുതൽ കൗണ്ടറുകളും തുറന്നിട്ടുണ്ട്. രാവിലെ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ഭക്തർക്കായി അന്നദാനവും ഒരുക്കിയിരുന്നു. തിരക്ക് കണക്കിലെടുത്ത ആലുവ നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്.